അതിനുശേഷമായിരിക്കും സബ്സിഡി തുക നേരിട്ട് DBT വഴി അക്കൗണ്ടിലേക്ക് നൽകുക. നമസ്കാരം. ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ വളരെയധികം ചർച്ച ചെയ്ത ഒരു വിഷയമാണ് ചാണകവാതക യോജന എന്നത്. ഇന്ത്യയിലെ കർഷകർക്ക്, പ്രത്യേകിച്ച് കന്നുകാലി വളർത്തുന്നവർക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു പദ്ധതിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. യുദ്ധ പശ്ചാത്തലത്തിൽ പാചകവാതകവുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെയും മറ്റ് ഭരണകർത്താക്കളെയും അവഹേളിച്ചുകൊണ്ട് നിരവധി പോസ്റ്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതിലൊന്നാണ് ഉടൻ വരും പ്രധാനമന്ത്രി ചാണകവാതക യോജന എന്നത്. പറഞ്ഞത് ആരാണെന്ന് പറയുന്നില്ല, അതിലൂടെ പ്രസക്തിയുമില്ല. പക്ഷേ പ്രധാനമന്ത്രിയെ ട്രോളാൻ വേണ്ടിയാണ് അത്തരത്തിൽ പറഞ്ഞതെങ്കിലും യഥാർത്ഥത്തിൽ അങ്ങനെയൊരു പദ്ധതി ഉടൻ വരാനൊന്നുമില്ല. അത് നേരത്തെ തന്നെ ഇവിടെ വന്നിട്ടുള്ളതാണ് എന്ന കാര്യം അദ്ദേഹത്തിന് അറിയില്ലായിരിക്കാം. എന്നാൽ പിന്നെ അദ്ദേഹം പറഞ്ഞ ആ പദ്ധതിയെക്കുറിച്ച് ജനങ്ങളെ അറിയിക്കണമല്ലോ. ഇനി പദ്ധതിയുടെ വിശദാംശങ്ങളിലേക്ക്. കേന്ദ്ര സർക്കാരിന്റെ സ്വച്ഛ് ഭാരത് മിഷൻ ഗ്രാമീൺ പദ്ധതിയുടെ കീഴിൽ 2018 ആരംഭിച്ചാണ് പ്രസ്തുത പദ്ധതി. വേസ്റ്റ് ടു വെൽത്ത് അഥവാ മാലിന്യത്തെ ഊർജമാക്കി മാറ്റി കർഷകരുടെ വരുമാനം വർദ്ധിപ്പിച്ച് അവരെ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഗാൽവനൈസിംഗ് ഓർഗാനിക് ബയോ അഗ്രോ റിസോഴ്സസ് ധൻ അഥവാ ഗോബർ ധൻ എന്നാണ് പദ്ധതിയുടെ പേര്. ഗ്രാമങ്ങളിലെ കന്നുകാലി ചാണകത്തെയും കാർഷിക അവശിഷ്ടങ്ങളെയും ജൈവ മാലിന്യങ്ങളെയും കംപ്രസ്ഡ് ബയോഗ്യാസ്, ജൈവവളം എന്നിവയാക്കി മാറ്റി ശുചിത്വം ഉറപ്പാക്കുന്നതിനോടൊപ്പം തന്നെ മാലിന്യത്തെ സമ്പത്താക്കി മാറ്റി കർഷകരുടെ വരുമാനം വർദ്ധിപ്പിച്ച് ഗ്രാമങ്ങളെ രോഗമുക്തമാക്കി അതിനോടൊപ്പം തന്നെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന പദ്ധതിയാണ് ഗോബർധൻ യോജന. ചുരുക്കി പറഞ്ഞാൽ മാലിന്യത്തെ ബയോഗ്യാസും വളവുമാക്കി മാറ്റുക എന്നതാണ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന ബയോഗ്യാസ് പാചകവാതകത്തിനോ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനോ ഉപയോഗിക്കാം. ബയോഗ്യാസ് ഉൽപ്പാദനത്തിന് ശേഷം അവശിഷ്ടമായി ലഭിക്കുന്ന സ്ലറി മികച്ച ജൈവവളമായി വിൽക്കുകയോ കൃഷിക്ക് ഉപയോഗിക്കുകയോ ചെയ്യാം. ഈ പദ്ധതിയിലൂടെ കർഷകർക്ക് വരുമാനം ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ കന്നുകാലി മാലിന്യവും കാർഷിക മാലിന്യങ്ങളും സുരക്ഷിതമായി കൈകാര്യം ചെയ്ത് ശുചിത്വം ഉറപ്പാക്കാൻ കഴിയുന്നു. ഈ പദ്ധതിയിലെ ഗുണഭോക്താക്കൾക്ക് സർക്കാരിന്റെ സബ്സിഡി ലഭിക്കും. ഗുണഭോക്താക്കൾക്കും പ്ലാന്റിന്റെ വലുപ്പത്തിനുമനുസരിച്ച് സബ്സിഡി തുക വ്യത്യസ്തമായിരിക്കും. കേന്ദ്ര പുനരുപയോഗ ഊർജ മന്ത്രാലയത്തിന്റെ ബയോഗ്യാസ് പ്രോഗ്രാം വഴിയാണ് സബ്സിഡി ലഭ്യമാകുന്നത്. പല വലുപ്പത്തിലുമുള്ള പ്ലാന്റുകളുണ്ട്. വ്യക്തിഗത പ്ലാന്റ്, അതായത് സ്വന്തം വീട്ടിലെ ആവശ്യത്തിന് കുറഞ്ഞത് 2-3 പശുക്കളുള്ള കർഷകർക്ക് ചെറിയ പ്ലാന്റുകൾ സ്ഥാപിക്കാം. അല്ലെങ്കിൽ ക്ലസ്റ്റർ മോഡൽ അഥവാ ഒരു കൂട്ടം വീടുകൾ ചേർന്ന്, അതായത് അയൽവാസികൾ ചേർന്ന് ഗ്രൂപ്പായി പ്ലാന്റ് നിർമ്മിക്കാം. മറ്റൊരു രീതിയിൽ, അതായത് ഗ്രാമപഞ്ചായത്തുകൾ കണ്ടെത്തുന്ന ഗുണഭോക്താക്കൾക്കായി പൊതുവായ പ്ലാന്റുകൾ സ്ഥാപിക്കാം. കൂടാതെ വാണിജ്യ ആവശ്യത്തിനായി സംരംഭകർക്കും ഡയറികൾക്കും വലിയ തോതിലുള്ള പ്ലാന്റുകളും സ്ഥാപിക്കാം. സ്വച്ഛ് ഭാരത് മിഷൻ വഴി ഒരു ജില്ലയിലെ മാതൃകാ പ്രൊജക്ടുകൾക്കായി 50 ലക്ഷം രൂപ വരെ സഹായം ലഭിക്കും. ചെറിയ പ്ലാന്റുകൾക്ക് വലുപ്പത്തിനനുസരിച്ച് 9,800 രൂപ മുതൽ 52,800 രൂപ വരെ സബ്സിഡി ലഭിക്കും. SC/ST വിഭാഗങ്ങൾക്ക് 20% അധിക സബ്സിഡി ലഭിക്കും. സബ്സിഡി തുക കഴിച്ച് ബാക്കി വേണ്ട തുകയ്ക്ക് ബാങ്ക് ലോൺ ലഭ്യമാണ്. പ്ലാന്റിനോടൊപ്പം സാനിറ്ററി ടോയ്ലറ്റ് കൂടി ബന്ധിപ്പിക്കുകയാണെങ്കിൽ ഏകദേശം 1,600 രൂപ വരെ അധികമായി ലഭിക്കും. വാണിജ്യ പ്ലാന്റുകളാണെങ്കിൽ, അതായത് 4,800 കിലോ പെർ ഡേ ഉൽപ്പാദനശേഷിയുള്ള പ്ലാന്റ് ആണെങ്കിൽ 4 കോടി രൂപ വരെ സബ്സിഡി ലഭിക്കും. ഇതിനു പുറമെ വൈദ്യുതി ഉൽപ്പാദനത്തിന് 0.75 കോടി രൂപ സഹായം ലഭിക്കും. ഇത്തരത്തിൽ പ്ലാന്റുകൾ നിർമ്മിച്ച് മാലിന്യത്തെ സമ്പത്താക്കി മാറ്റുന്നതിലൂടെ പുകയും മണവുമില്ലാത്ത ഇന്ധനം ലഭിക്കുന്നു. ചാണകം നേരിട്ട് ഉപയോഗിക്കുന്നതിനേക്കാൾ 10 മടങ്ങ് ഗുണമുള്ള നൈട്രജൻ സംബന്ധമായ വളം ലഭിക്കുന്നു. പരിസര ശുചിത്വം ഉറപ്പാക്കാൻ കഴിയുന്നു. രോഗാണുക്കൾ വഴി പകരുന്ന രോഗങ്ങൾ കുറയുന്നു. ഗ്രാമീണ കർഷകർക്ക് വരുമാനവും തൊഴിലും ലഭിക്കുന്നു. തുടങ്ങിയ ഗുണങ്ങളെല്ലാം ഒരുമിച്ച് ഈ ഒരു പദ്ധതിയിലൂടെ സാധ്യമാക്കാൻ കഴിയുന്നു. കേരളത്തിൽ തദ്ദേശ വകുപ്പിന് കീഴിലുള്ള ശുചിത്വ മിഷൻ വഴിയാണ് ഈ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നത്. ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി എവിടെ പോകണം, എങ്ങനെ അപേക്ഷിക്കണം എന്നെല്ലാം പറയാം. ഇതിലേക്ക് ഓൺലൈനായും ഓഫ്ലൈനായും അപേക്ഷിക്കാൻ കഴിയും. ഓൺലൈനായി രജിസ്റ്റർ ചെയ്യുന്നതിന് ഗോബർധൻ യൂണിഫൈഡ് രജിസ്ട്രേഷൻ പോർട്ടൽ സന്ദർശിച്ച് രജിസ്ട്രേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പേര്, വിലാസം, കന്നുകാലികളുടെ എണ്ണം, മൊബൈൽ നമ്പർ എന്നിവ നൽകി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തിലോ ബ്ലോക്ക് പഞ്ചായത്തിലോ അപേക്ഷിക്കാം.
അവിടെയുള്ള വികസന സമിതി അല്ലെങ്കിൽ ശുചിത്വ മിഷൻ പ്രതിനിധിയെ കണ്ടാൽ കാര്യം നടക്കും. അപേക്ഷിക്കാനായി ആധാർ കാർഡ്, ഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകൾ, കന്നുകാലികളുടെ എണ്ണം വ്യക്തമാക്കുന്ന രേഖകൾ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, വാണിജ്യ ആവശ്യത്തിനാണെങ്കിൽ വിശദമായ പ്രൊജക്ട് റിപ്പോർട്ട് തുടങ്ങിയ രേഖകൾ ആവശ്യമായി വരും. ജില്ലാ ശുചിത്വ മിഷൻ ഓഫീസുമായി നേരിട്ട് ബന്ധപ്പെടാവുന്നതുമാണ്. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ വേഗത്തിലാകാൻ സാധ്യതയുണ്ട്. അപേക്ഷ നൽകിക്കഴിഞ്ഞാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, അതായത് പഞ്ചായത്ത് എഞ്ചിനീയറോ ശുചിത്വ മിഷൻ പ്രതിനിധിയോ സ്ഥലം സന്ദർശിക്കും. പ്ലാന്റ് സ്ഥാപിക്കാൻ ആവശ്യമായ സ്ഥലം, ചാണകത്തിന്റെ ലഭ്യത എന്നിവ പരിശോധിക്കും. പ്ലാന്റ് നിർമ്മിക്കാൻ സർക്കാർ അംഗീകരിച്ച ഏജൻസികളുടെ സഹായത്തോടെ ആവണം നിർമ്മാണം നടത്താൻ. ഗുണഭോക്താവിന് നേരിട്ടോ കുടുംബശ്രീ പോലുള്ള ഗ്രൂപ്പുകൾ വഴിയോ അത് ചെയ്യാവുന്നതാണ്. പ്ലാന്റിന്റെ പണി പൂർത്തിയായ ശേഷം ഉദ്യോഗസ്ഥർ വീണ്ടും പരിശോധന നടത്തും. അതിനുശേഷമായിരിക്കും സബ്സിഡി തുക നേരിട്ട് DBT വഴി അക്കൗണ്ടിലേക്ക് നൽകുക. ഇത്തരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ബയോഗ്യാസ് കുഴലുകളിലൂടെ അടുത്ത വീടുകളിലേക്കോ ഹോട്ടലുകളിലേക്കോ പാചക ആവശ്യത്തിനായി വിൽക്കാനും കഴിയും. ഇത്തരത്തിലുള്ള ഗ്യാസ് ശുദ്ധീകരിച്ച് വാഹന ഇന്ധനമായും വ്യവസായ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാനോ വിൽക്കാനോ ഒക്കെ കഴിയും. ബയോഗ്യാസ് ഉപയോഗിച്ച് ജനറേറ്ററുകൾ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പോൾ കൂടുതലുള്ള വൈദ്യുതി KICB പോലുള്ള സ്ഥാപനങ്ങൾക്ക് വിൽക്കാനും കഴിയും. സ്വന്തം ആവശ്യത്തിനായി ഉപയോഗിക്കുകയാണെങ്കിൽ കറണ്ട് ബില്ലിൽ വലിയ ലാഭം ഉണ്ടാക്കാനാകും. അവസാനമായി ശേഷിക്കുന്ന അവശിഷ്ടമായ ബയോ സ്ലറി മികച്ചൊരു ജൈവവളമാണ്. ഇത് കർഷകർക്ക് നേരിട്ടോ പാക്ക് ചെയ്തോ വിൽക്കാൻ കഴിയും. എങ്ങനെയുണ്ട് പദ്ധതി? കർഷകർക്ക് ഗുണമുള്ളതല്ലേ? ഇത് തന്നെയല്ലേ ശരിക്കും ചാണകവാതക യോജന? വീണ്ടും മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ.